Okay, Chippy, Vinny Roy, Priya Banu, good morning. End of those day. The brave. Okay. Piranha of the Pulchuna of the Shamrata. Okay, good morning. Okay. Okay. Tasnia, Nancy. Yes. Agosh, okay, good morning, Felishmi. ഈ എപ്പോഴുണ്ടല്ല ആഘോഷങ്ങള് മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. അത് മറന്നുപോകരുത്. മനുഷ്യൻ ജീവിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം നമ്മുടെ ആഘോഷങ്ങളാണ്. അതിപ്പോ പെരുന്നാളായാലും ഉത്സവമായാലും അല്ലെങ്കിൽ മറ്റേ ഓണം പോലെയുള്ള കൾച്ചറൽ ഇതായി കഴിഞ്ഞാലും വേലകളായാലും വേല എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ തൃശ്ശൂർ ഭാഗത്തോടൊക്കെ പോയി കഴിയുമ്പോൾ പല ഉത്സവങ്ങളെ പറയുന്ന പേര് വേലകൾ എന്നാണ്. അപ്പോ അതൊക്കെ എങ്ങനെ എപ്പോഴും നമുക്ക് ജീവിക്കാനായിട്ട് പ്രേരണ നൽകുന്ന ഒരു ഘടകമാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും ഒറ്റ മോഡിൽ തന്നെ ആയിരിക്കും ജീവിതം. ഓറടിച്ച് പോകില്ലേ? വിരസതയായിട്ട് പോകില്ലേ? ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയാണ്. ഇത് നിങ്ങൾ ഒരാളോട് പറഞ്ഞു, അപ്പൊ അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ അവൾ പറയുന്നു അടുത്ത ഓണത്തിനാവട്ടെ റെഡിയാക്കാം എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ഓണം വരെ ജീവിക്കാൻ നിങ്ങൾക്ക് അതൊരു പ്രേരണയായി. ഓണത്തിന് റെഡിയാക്കാന്ന് പറഞ്ഞു. ഓണത്തിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഡിസംബറിലേക്ക് പോകുമായിരിക്കും. എന്നാലും നമുക്ക് ആഘോഷങ്ങൾ എപ്പോഴും ജീവിക്കാനായിട്ട് വളരെ പ്രേരണ നൽകുന്ന ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് എ സ്പൈസസ് ടു ലൈഫ്. ജീവിതത്തിന്റെ ഒരു സുഗന്ധം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആഘോഷങ്ങളാണ്. അപ്പൊ എന്ത് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TV യിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ, അല്ലെ? തൃശ്ശൂർ പൂരത്തിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് അവിടെ ആൾക്കാർ വരുന്നത്, അല്ലേ? വളരെ അകലെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. യെസ്. അപ്പൊ നമുക്ക് അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പണ്ട് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലേക്ക് വേറൊരു ജില്ലയിലോട്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ നാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെ ആരും അറിയില്ല. പിന്നെ വർഷങ്ങൾക്കും പണ്ടുണ്ടാവും. അപ്പൊ അവരോട് ഇതിപ്പോ 10-25-30 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. അപ്പൊ അവരോട് പിന്നെ ഞാൻ പറഞ്ഞ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞു. അപ്പൊ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കേട്ടപ്പോ അവര് കൊടുങ്ങല്ലൂർ ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഞങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ കൊടുങ്ങല്ലൂർ ഭരണിയെ കുറിച്ച് എന്താണ് അഭിപ്രായം, എന്താണ് അതിന്റെ ഇത് വളരെ മോശമായിട്ടുള്ള തെറിപ്പാട്ട് അങ്ങനെയൊക്കെ ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. ഇത് ചോദിക്കുന്നത് ഇപ്പോഴൊന്നും വേണ്ട, ഈവൻ ഒരു 25-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും അടുത്ത് കൊടുങ്ങല്ലൂർ ഉണ്ടായിട്ട് ഈ പരിപാടി അവിടെ നടന്നിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചത്. ഇത് അപ്പൊ അവരിങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. യെസ്. അപ്പൊ നമ്മുടെ നാട്ടില് ആഘോഷങ്ങൾ വരുമ്പോ പോകണം എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ വരണേ നടക്കുകയാണ്. ഓക്കെ, നിമ്മി കറക്റ്റാണ്. ഞാനേ എന്റെ ഒരു പരിചയത്തിലുള്ള ഒരു സാറിന്റെ അമ്മ മരിച്ചു. ഇവിടെ ആലപ്പുഴയിലാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഞാനുണ്ടായി, എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായി, കൊടുങ്ങല്ലൂർ സുഹൃത്തുക്കളെ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ശവസംസ്കാരത്തിന് വൈകുന്നേരം 4 മണി ഒരു സമയമുണ്ട്. അത് കഴിയാണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ പരതി നടന്നു കഴിഞ്ഞപ്പോ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു, വയലാർ രാമവർമ്മയുടെ വീട് ഇവിടെയാണ്, ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടി ബൈക്കിന് വയലാർ രാമവർമ്മയുടെ വീട്ടിലേക്ക് ഇരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്താണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയമുള്ളത്. അപ്പൊ ഞങ്ങള് 2 പേരും കൂടി വയലാർ രാമവർമ്മയുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ അവിടെ. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്, അപ്പൊ ഇവിടെ വരാൻ വേണ്ടി വന്നതാണ്, വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അകത്ത് കയറ്റിയിരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് പുള്ളി ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് മാത്രമേ പറയുന്നിട്ടുണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മ ഭയങ്കര പ്രസിദ്ധനായിട്ടില്ല. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, എവിടെ നിന്നാ വരുന്നത്, വേറെ കമ്മിങ് ഫ്രം, മലയാളത്തിലാണ് ചോദിച്ചത്. ഞാനിപ്പോ ഇംഗ്ലീഷ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരുന്നത് കൊടുങ്ങല്ലൂർ നിന്നാണ്. ഓ,
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭാസ്കരൻ മാഷിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തന്നു. യെസ്. അപ്പോ നമ്മുടെ നാടിന്, നമ്മുടെ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസാണ്, നിങ്ങളുടെ നാട്ടിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങൾ എവിടെന്നാ വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയണം, ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂർ നിന്നാണ്. യെസ്. അപ്പൊ കൊടുങ്ങല്ലൂർ സ്ഥലത്ത് പ്രഗത്ഭരായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. യെസ്, ആ പ്രഗത്ഭരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മസ്റ്റാണ്. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാടായിട്ടുള്ള നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല ജീവിതത്തിൽ. അതായത് അത് ചിലപ്പോൾ സിനിമയിലായിരിക്കാം, അതുമല്ല ഈ ജീവിതത്തിലായിരിക്കാം. കുറെ ഐക്കോണിക് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്. യെസ്, ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ സന്ദർഭോചിതമായിട്ട് 2-3 ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഈ പറയുന്ന എല്ലാ സംഗതിയും സിനിമയിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇതിലേക്ക് സിനിമയിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് വിച്ച് ഫിലിം, ഏതാണ് സിനിമ. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്, വാറുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ സിനിമയുടെ പേര് പറയും. ഈ സിനിമയുടെ എനിബഡി? യെസ്. അപ്പൊ ഇത് മത്സരമൊന്നും അല്ല, ജസ്റ്റ് ഫോർ ഫൺ. ചിലപ്പോ ഹിന്ദി ആവാം, ചിലപ്പോ മലയാളം ആവാം, ചിലപ്പോ തമിഴ് ആവാം, ചിലപ്പോ ഇംഗ്ലീഷ് ആവാം. ഇനി ഈ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ പറയണം, ഞങ്ങളത് കണ്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഇന്നതാണ് എന്ന് പറയണം. ഓക്കെ ഓക്കെ ഓക്കെ. സോ വാറിന്റെ സിനിമയാണ്. വാർ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എമ്പുരാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എമ്പുരാനല്ല, ഇത് പഴയതാണ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി. മലയാളം മാത്രം കാണുന്നില്ല, ബാക്കിയുള്ള സിനിമകൾ കാണുന്ന ഇവരുണ്ട്. ഓക്കെ വിഘ്നേഷ്, നമുക്കൊരു ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, നിങ്ങൾ ഏത് ഫിലിമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നെയിം ഓഫ് ദ ക്യാരക്ടർ. മുക്കാംബോ, MUKAMBO. മുക്കാംബോ. ഓക്കെ ജൂബി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജൂബി സ്കോർ ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ ഇന്ത്യ കറക്റ്റ് ആണ്. ദ നെയിം ഓഫ് ദ ഫിലിം ഈസ് മിസ്റ്റർ ഇന്ത്യ. വെരി ഗുഡ് ആൻസർ. ഓക്കെ ജൂബി. അടുത്തത് ഒരു പക്ഷേ നമുക്ക് പരിചയം ഉണ്ടാവാം, കുറച്ച് പഴയ സിനിമയാണ്. ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ്, നല്ല പാട്ടുകളൊക്കെ ഉള്ള. ഓക്കെ. ആൻസു, ചിപ്പി, കറക്റ്റ് ആൻസർ. ഷോലെ, താസ്നിയ. ഓക്കെ, അത് കണ്ടിട്ടില്ലേ? ഓക്കെ, യെസ്, ഷോലെ ആ സിനിമയുടെ പേര്. ഓക്കെ ജൂബി, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഷോലെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അധികം പഴയതല്ല. രാജ കൃഷ്ണപ്പ ബൈറ. രാജ കൃഷ്ണപ്പ ബൈറ. രാജ കൃഷ്ണപ്പ ബൈറ. നോ ഐഡിയ ചിപ്പി അല്ലേ? ഇത് ഒരു അബ്രിവേഷൻ പോലെ വന്ന സിനിമയാണ്. അബ്രിവേഷൻ ഷോർട്ട് ഫോം ആയിട്ട് വരില്ലേ? സുധി, യു ആർ റൈറ്റ്. യെസ്, ദ നെയിം ഓഫ് ദ ഫിലിം ഈസ് KGF. സനു കറക്റ്റ് ആണ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ KGF? ഉത്തരം എഴുതിയവര് സിനിമ കണ്ടിട്ടുണ്ടോ? യെസ്. പിന്നെന്താ പറയാനായിട്ട് താമസമുള്ളത്? സനു, ശ്രീലക്ഷ്മി, ഇതൊക്കെ കണ്ടതാണല്ലേ? കണ്ടിട്ടുള്ളൂ, മറന്നു. ഒരറിവും ചെറുതല്ല, നിങ്ങൾ എപ്പോഴും അത് ഓർത്ത് വെക്കുക. ഇതും PSCക്ക് വരാവുന്നതാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഏത് പോലീസുകാരനും പറയാവുന്നതാണ്.
Yes. Okay. Nursha. Okay. Okay. Srilashmi. No problem. Yes. Next question is Devasena. Vignesh, simple. ബാഹുബലി. Yes, correct. Okay, Nimisha. Okay, Chippy, Nancy, Jubi, Nasila, Sruthi, Sharanya, Sanu, Nurshida, Nimisha, Priya. Okay, Nimijos, correct. Yes. About it is because of it is from Bahubali. Adha. Circuit, CARCUIT. Circuit. Oh, Chippy, you are very good. Munna by MBBS. Chippy, ആൻസു തോമസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മലയാളത്തിനേക്കാൾ കൂടുതൽ മറ്റു ഭാഷാ സിനിമകൾ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് മുന്ന ബൈ MBBS. അടുത്തത് മഹാവീർ സിംഗ് ഫോഗോട്ട്, PHOGOT. മഹാവീർ സിംഗ് ഫോഗോട്ട്. Chippy, very good. Dangal, DANGL. Okay, Jubi, Ansu, correct answer. Okay, Sruthi, correct. CG Roy, correct. DANGA, correct. Very good. അടുത്തത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും, വിവാദമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയതുകൊണ്ട് പറയാൻ പറ്റും. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരാള് മലയാളത്തിൽ, തമിഴ് ഫിലിമായിരുന്നു. ഓക്കെ ശ്രുതി. ഓക്കെ, ചിപ്പി, ഗായത്രി, കറക്റ്റ് ആണ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ജയിലർ. ഓക്കെ, ശരണ്യ. ഓക്കെ, ഗായത്രി. ഓക്കെ, നിമ്മി, കറക്റ്റ് ആണ്. ഓക്കെ, നിമ്മി ജോസ്, ബിൽജി റോയ്, കറക്റ്റ് ആണ്. ജയിലർ. ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് അഭിനയിച്ചത് മലയാളത്തിലൊരു സിനിമ നടനായിരുന്നില്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വെരി സിമ്പിൾ. ചതിയൻ ചന്തു. ഈ കഥാപാത്രം ഏത് സിനിമയിൽ വരുന്നത്? ഓക്കെ, ചിപ്പി, വടക്കൻ വീരഗാഥ. ആൻസു, ചതിക്കാത്ത ചന്തുവല്ലേ, അത് സിനിമയുടെ പേരാണ്. ഓക്കെ, ശ്രുതി. ഓക്കെ, വടക്കൻ വീരഗാഥ. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഓക്കെ, പ്രിയ. ഓക്കെ, നൂർഷില, കറക്റ്റ് ആണ്. ഒരു വടക്കൻ വീരഗാഥ. അടുത്തത് വെരി സിമ്പിൾ. 1 minute. Simple. Name of the character is George Buti. ദൃശ്യം. Yes, correct. The name of the film is Drishyam. Okay, Saranya. Okay, Nimisha, Sudhi, Nishida, Ansu, Chippy, Nurshila, Gayatri, Vinisha, Rinsi, Dimmi, Amrita. Okay, Bismi. Okay, correct. Name of the film is Drishyam. Okay, George. അടുത്തത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. റെമോ റാം വാക്ക് മോഡൽ. റെമോ റാം വാക്ക് മോഡൽ. കറക്റ്റ്. സുധി, അന്യൻ, നിമിഷ, കറക്റ്റ്. തസ്ലിയ, നിഷിത, ശരണ്യ, പ്രിൻസി, നിമ്മി, വിനീഷ, നൂർഷില, ശ്രീലക്ഷ്മി, അമൃത. Okay, correct. Name of the film is Annie. Okay, very good. Okay, Bismi, correct. அடுத்தது. Next, the iconic character is Thanos. 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 Okay, GP, correct. Nimisha, correct. Sudhi, correct. Rinsi, Bismi, ശരണ്യ, നിമ്മി, പ്രിയ, കറക്റ്റ് ആണ്.
ഓക്കെ പ്രിയ? യെസ്. അപ്പോ ആ സിനിമയുടെ പേര് അവഞ്ചേഴ്സ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് അങ്ങ് പറയണമെങ്കിൽ സമ്മതിക്കാം. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. Maximus Decimus. Oh, GP, you are great. Name of the character is film is Gladiator. Correct. About Sudhi, you are also. Yes. Gladiator. Gladiator. Yes. Oh, you have been judged for the knowledge of. Yes. Name of the character is Optimus Prime. OPTIMUS. Oh, very good, Vignesh. What cinema? Yes, okay. Correct. Transformers. Okay. Again, Avasana Chudri. Yes. Okay. Sudhi, correct. Transformers. Yes. Next question. Name of the character is M. ഇത് ഒരു സീരിയൽ പോലെ വരുന്ന സിനിമകളല്ലേ? ഇപ്പൊ ജാക്കി ജെയിംസ് ഫിലിം എന്നൊക്കെ പറഞ്ഞു വരില്ലേ? അങ്ങനെയൊക്കെ വരുന്നൊരു തുടർച്ചയായിട്ട് വരുന്ന സിനിമയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അയാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. യെസ്. ഒരു സ്റ്റണ്ട് ഒക്കെ ഉള്ളതാണ്. ഓക്കെ ചിപ്പി, കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ജെയിംസ് ബോണ്ട് മൂവീസ്. ജെയിംസ് ബോണ്ട് മൂവിയിലെ കഥാപാത്രത്തിന്റെ പേരാണ്. ഓക്കെ. ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ നമ്മൾ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ, ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അതിനായിട്ട് കയറിപ്പോയതാണ് ആ വഴിക്ക്. ഓക്കെ, ആ വഴിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരികയാണ്. വീണ്ടും നമുക്ക് ടെൻസുകളിലേക്ക് മടങ്ങി വരാം. 2 ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവാധീന ശക്തിയായിട്ട്. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ശരണ്യൊന്നും പറഞ്ഞില്ലല്ലോ ഈ പ്രാവശ്യം. എന്താ പറയാ, ഒബ്സർവർ ആയിട്ടുള്ള ശരണ്യ ഉത്തരവൊന്നും വന്നില്ലല്ലോ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, അതാണ് സിമ്പിൾ പ്രസന്റ്. അതിന് നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് വരും അല്ലെങ്കിൽ ഡസ് നോട്ട് വരും. ഡു നോട്ട് വന്നോ ഡസ് നോട്ട് വന്നോ എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന സബ്ജക്റ്റിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു ആദ്യം വെക്കുക അല്ലെങ്കിൽ ഡസ് ആദ്യം വെക്കുക. അതൊരു ചോദ്യമായിട്ട് മാറുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. യെസ്. ഇന്ന് നമ്മൾ അടുത്തൊരു ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് പറയുന്നു. അതിനെയാണ് എന്ത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഭാവികാലം അല്ല നൂറിഷ, അത് ഫ്യൂച്ചറാണ് കേട്ടോ, അത് ഫ്യൂച്ചറാണ്. യെസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ സംബന്ധം പാസ്റ്റ്, ദാറ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയും. കഴിഞ്ഞു പോയത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, കഴിഞ്ഞു പോയി. അപ്പൊ വെർബ് ഉപയോഗിക്കുന്നു, വെർബിന്റെ എന്ത് ഉപയോഗിക്കുന്നു, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഏകദേശം ഒരു 11:54. ഈ 11:54 നമുക്ക് വേണമെങ്കിൽ രാവിലെ ഇന്ന് 7 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറയാം. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ് മതി. ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുക്ക്ഡ്.
COKED. I cooked breakfast. Correct അല്ലേ? Simple past ആണ്. I drank a cup of tea. Drink എന്നുള്ളതിന്റെ past tense ആണ് drank. I drank a cup of tea. ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. I quarreled with my brother. ഞാൻ എന്റെ സഹോദരനുമായി വഴക്കിട്ടു. രാവിലെ കഴിഞ്ഞതാണ്. I quarreled with my brother. I read the newspaper in the morning. രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. അപ്പൊ നമുക്ക് അതിനകത്ത് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും മാത്രം എടുത്താൽ മതി. മറ്റു കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടതില്ല. ബാക്കി കാര്യങ്ങളൊന്നും എഴുതിക്കോ. പക്ഷെ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ്. ഇന്നലെ സംഭവിച്ചതോ മിനിയന്നാൾ സംഭവിച്ചതോ ഇന്ന് രാവിലെ സംഭവിച്ചതോ ചെയ്തതോ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ പോയ സംഭവം ഐ പിന്നെ ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി. ശ്രീലക്ഷ്മി രവി. അപ്പോ ശ്രീലക്ഷ്മി രവി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാനുവിനെ വിളിക്കാം. സാനു. യെസ്. സാനു കുര്യാക്കോസ്. വിഘ്നേഷേ പറയൂ, ധൈര്യസമേതം പറയൂ. ഇന്നലെയോ മിനിയെന്നാളോ നടന്ന 2-3 സംഭവങ്ങൾ എന്ന് പറഞ്ഞു. I drank a cup of tea. Okay, in the morning. അത് പറയാം. എല്ലാ ദിവസവും കുടിക്കാറുണ്ടെന്നാണെങ്കിൽ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയും. പക്ഷെ ഇന്ന് രാവിലെ കുടിച്ച കേസാണെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണം അത് പ്രസന്റേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് വിഘ്നേഷിന് എല്ലാ ദിവസവും ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിഘ്നേഷിന് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ ഇന്ന് രാവിലെ പുള്ളി ഒരു കപ്പ് ചായ കുടിച്ചത്. യെസ്, പറഞ്ഞു. വേറൊന്നും പറഞ്ഞോളൂ വിഘ്നേഷ്. ഇന്നലെ നടന്ന സംഭവം പറഞ്ഞു. ഇന്നലെ ഒരു സ്വപ്നം കണ്ടില്ലേ? മൂവി. ഓക്കെ. ഐ സോ എ മൂവി. ഓക്കെ. പിന്നെ I played with my father. I played with my father. Yes, very good. ഓക്കെ വിഘ്നേഷ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് വായിക്കുവാണെങ്കിൽ വിഘ്നേഷിനോട് പറഞ്ഞപ്പോ നിങ്ങൾക്കത് ഓർക്കാനുള്ള സമയം കിട്ടിയത്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്കറിയാവുന്ന ഇന്നലെയും മിനിയെന്നാളും നടന്നുപോയ 1-2 സംഭവങ്ങൾ പറഞ്ഞു. സിമ്പിൾ ഫാസ്റ്റ്. ഞാൻ പറയാം. I walked to the store yesterday. ഓക്കെ. ഇപ്പൊ പറയുന്നത് പറയാം. മൈ ബേബി ക്രൈഡ്. കേട്ടോ? ഐ എന്നുള്ളതിന് പകരം മൈ ബേബി എന്നാക്കാം. മൈ ബേബി ക്രൈഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പറയാം. മൈ ബേബി ക്രൈഡ്. ഓക്കെ. I played shuttle with my child. I played shuttle with my child. Okay, correct. We watched a movie on Netflix last night. Okay. We watched a movie. Okay. My child studied for her exam all weekend. My child studied for the weekend examination. Okay. I ate pizza for dinner yesterday. I ate pizza for dinner yesterday. Yes. Correct. Very good. Okay, very good. Correct. Thank you. Yes. Okay, welcome. Okay. ഇനി ബിസ്മി ഒന്ന് പറഞ്ഞു നോക്കി. നമ്മൾ ചെയ്ത 1-2 കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. ഇപ്പോ നിമി പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയ 2-3 സംഭവങ്ങൾ പറയട്ടെ. യെസ്, വേറെ ആർക്കെങ്കിലും പറയട്ടെ? യെസ്, വെരി ഗുഡ്. നൂർഷിദ. ഓക്കെ. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പറഞ്ഞോളൂ. തെറ്റോന്ന് അറിയില്ല സാർ, എന്നാലും പറഞ്ഞു നോക്കാണ്. അതാണ് വേണ്ടത്. തെറ്റിക്കോട്ടെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റണം. പറയട്ടെ സാർ. I take photos with my parents and children.
I taked photos with my parents and children yesterday. ഓക്കെ ഓക്കെ. അപ്പൊ ടേക്ക് എന്നുള്ളതിന് പകരം അതിന്റെ പാസൻസ് ടുക്ക് നോക്കിയാൽ മതി. ഐ ടുക്ക് ഫോട്ടോ. ടേക്ക് ടുക്ക് ടേക്കിനാണ്. അപ്പൊ ഐ ടുക്ക് നോക്കി എന്ന് പറഞ്ഞു. Okay. ഐ ടുക്ക് എന്ന് പറയാം. I took photos my parents and children yesterday. Okay, correct. Okay. Children's and children എന്ന് പറഞ്ഞാൽ മതി. I took the photos of my children and parents yesterday. Okay, very good. അപ്പൊ ഇന്നത്തെ ആഘോഷത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ അതൊക്കെ. Yes. I cooked biryani yesterday. Yes. Okay. സാനു കുഴപ്പമില്ല. Okay, സാനു ശരി. Yes. അപ്പൊ അതുപോലെ പറയാം. I took 2 plates of biryani yesterday. I drank 1 cup of payasam. ഞാൻ പറയാം. ചെയ്തോളൂ. Okay. Yes, പറഞ്ഞോളൂ നൂർഷില. I drank 1 cup of payasam. I drank 1 cup of payasam. അത് ശരി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞപ്പോ കപ്പിന്റെ എണ്ണം കുറച്ചു. ഓട്ടെ. Yes. Okay. അത്രേ ഉള്ളൂ. മതി. കറക്റ്റ് ആണ്. പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. Okay, thanks. Okay. ഇത് ഇങ്ങനെ പറയണം. ആ ടേക്ക് എന്നുള്ളതിന്റെ പാസൻസ് എടുക്കണം വ്യത്യാസം. ബാക്കിയൊക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതൊരു സംശയം ഉണ്ടായിരുന്നു സർ. എന്താണ് ടേക്കഡ് ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ സാറ് കറക്റ്റ് ചെയ്ത് തരുമല്ലോ എന്നുള്ളതിൽ പറഞ്ഞതാണ്. യെസ് കറക്റ്റ് ആണ്. അത് കുഴപ്പമില്ല. ഇനി അപ്പൊ എന്താ ശരി, ഇനി മറക്കില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി അപ്പൊ നമ്മുടെ മനസ്സിലത് ഉണ്ടാവും. ഓക്കെ, അടുത്താണ് പറഞ്ഞോളൂ. ജൂബി പറഞ്ഞോളൂ. ബിസ്മി പറഞ്ഞു. അല്ല, ജൂബി പറഞ്ഞിട്ട് ബിസ്മിയോട് വരാം. നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, ബിസ്മിയാണ്. എന്നാ ബിസ്മി പറഞ്ഞു. ഓക്കെ. ബിസ്മി പറഞ്ഞോളൂ. I went to temple yesterday. Okay. Correct ആണ്. അപ്പൊ അമ്പലത്തോട്ട് പോയപ്പോ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പറയാം. അപ്പൊ അത് ഓക്കെ ഭാഗ്യ. അതെങ്ങനെ നമുക്ക് പറയാം? I went to temple with my parents or with my friends അല്ലെങ്കിൽ with my relatives കൂടി നമുക്ക് ചേർക്കാണ്ട്. അപ്പൊ നമുക്ക് സെന്റൻസിന്റെ ലെങ്ത് ആണ് വർദ്ധിക്കുന്നതല്ല. ഓക്കെ. ഇതൊന്ന് എന്താ പറയാ, ലെങ്ത് കൂട്ടാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. I went to temple yesterday. പിന്നെ I watched a movie. Yes, I watched a movie on TV. Yes. പിന്നെന്താ, ഇന്ന് കാലത്ത് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ ചിപ്പി വരാം. യെസ്. ഓക്കെ ബിസ്മി, റെഡി. കറക്റ്റ് ആണ്. ഓക്കെ. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. സാനു ഹോസ്പിറ്റലിലാണ്, അതാണ് വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. ഓക്കെ. യെസ്. ഞാൻ പറയട്ടെ. ശ്രീലക്ഷ്മി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓണാക്കി. വേറെ വല്ലതുണ്ട്? അത് വലിയ ശബ്ദം തരുന്നു. ഇല്ല, ഫാനിന്റെ ആയിരിക്കും സർ. ഒരു മിനിറ്റ്. കറക്റ്റ് ആണോന്ന് അറിയില്ല. അതല്ല ഞാൻ എനിക്ക് പറയണമെന്ന് തോന്നിയെടുക്കാൻ ഞാൻ പറയും. ഹലോ. Last Sunday, I went to the highlight mall with my cousin. With my cousin. Okay. With my cousin. With my cousin. And we ate pizza from Domino's. Okay. Correct. Each one of the person say correct. Yes. Okay. ഇനി ഭാഗ്യ പറഞ്ഞോളൂ. ഭാഗ്യ. ഗുഡ് മോർണിംഗ് സർ. സാറേ, ഞാൻ റീഡിന്റെ 3 ഫോമും റീഡ് തന്നെയല്ലേ? അത് റെഡ് എന്നാണോ പാസ്റ്റ് ടെൻസ് പ്രൊനൗൺസ് ചെയ്യണേ? അതായത് സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയുമ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ അറിയാം. അതാണ് ഞാൻ പറയാം സാർ. I read yesterday's newspaper. Okay. I sang a song from Ilayaraja composition. I sang. Oh, really? Really, sir?
യെസ്, എന്നാ നമുക്കിത് കഴിയുമ്പോൾ അവതരിപ്പിക്കലോട്ടാം. ഓക്കെ. I participated a PTA meeting in yesterday in HDPY school. യെസ്, ഓക്കെ. Okay, sir. 3 ഓക്കെ. എന്നാലും ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് പാട്ട് കിടപ്പോട്ടെ. സുന്ദരി കണ്ണാളൊരു സേന്തി. ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല സാർ, വെറുതെ അടിച്ചുവിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും കുഴപ്പമില്ല. എന്താ പറയാ, ഭാഗ്യയുടെ ആ ധൈര്യത്തിന് ഞങ്ങൾ അഭിനന്ദിക്കാം. കാരണം ഓക്കെ, പാടാൻ പറഞ്ഞിട്ട് ശരി പഠിക്കോളാം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇപ്പോഴും നമ്മൾ അങ്ങനെ എന്തിനും നമ്മൾ റെഡി ആയിട്ട് ചെയ്യിക്കും. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ചില ആളുകൾ എന്ത് പറയുമ്പോഴും നെഗറ്റീവ്, നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം, റെഡി ആക്കാം എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ചിപ്പി വന്നോളൂ. Good morning, sir. ഗുഡ് മോർണിംഗ്. Okay, start here. യെസ് My parents went to Trivandrum yesterday. യെസ് My brother and me went to watch Empuran on Saturday. യെസ് My cousins visited my home and we played games. യെസ്. ഇത്ര മതി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി SMS. Hello, sir. Good morning, sir. Good morning. I exercised in the morning. Yeah. Yesterday, I visited a temple with my family. Yes. Yesterday, I went for walking. Yes. I played with my daughter yesterday. Yes. I cleaned my house yesterday. Yes. Correct. Okay. Very good. അപ്പൊ അതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ആർക്കെങ്കിലും വിനീഷ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീയിലോട്ട് വരാം. ഓക്കെ, വിനീഷ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പറയട്ടെ സർ? പറഞ്ഞോളൂ. I meet the doctor yesterday. എന്താണ് ഉദ്ദേശിച്ചത്? I meet the doctor yesterday. ഇന്നലെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പൊ മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാണ് മെറ്റ്. Okay, sir. I went to the film after the meeting. കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷേ അവിടെ മറ്റ് തെറ്റല്ല, എന്നാലും കുറച്ചുകൂടി നല്ല വാക്ക് കൺസൾട്ടന്റ്. കേട്ടാ, നമ്മളിപ്പോ ഇതേ ഡോക്ടറെ നമ്മള് വഴിയെ കൂടി നടന്നു വരുമ്പോ കണ്ടു വിചാരിക്കും, അപ്പൊ നമുക്ക് മെറ്റ് കൊടുക്കാം. കേട്ടാ, അത് നമ്മൾ പോകും. അങ്ങനെ കണ്ടത് നമ്മള് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതല്ല, അങ്ങനെ നമ്മൾ ആക്സിഡന്റലായിട്ട് കാണൂലേ, അപ്പോഴാണ് മെറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ഫോർ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഐ കൺസൾട്ടഡ് വിത്ത് എ ഡോക്ടർ യെസ്റ്റർഡേ. ഓക്കെ, കൺസൾട്ടന്റ് I went to the film after the minute. Yes, correct. Yes. I drink a cup of tea. Drink എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറ. I drank. Drank a cup of tea. DRANK. Drank a cup of tea. Very good. എല്ലാം പാസ്റ്റ് ടെൻസ് പറയാണ്. Okay, Sruthi. I made a shopping. Yes. And I left the food ready and daughter. Yes. For class. Yes. അടുത്തത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് സാർ, കറക്റ്റ് തന്നെ. The open was singing when I was studying at school. Yes. എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കവിത ആലപിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് കൊടുത്തത്. അപ്പൊ അതിനകത്ത് വേറെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. When I was a school student, I used to sing. Okay. Yes. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കുറച്ചുകൂടി സ്റ്റൈൽ ആക്കിയിട്ട് നമുക്ക് 2-3 ടെൻസും കൂടി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാം. യെസ്. ഓക്കെ. പറഞ്ഞു. അതേ ഉള്ളൂ അല്ലേ ഫിനിഷ? ഓക്കെ. വെരി ഗുഡ്. ചിപ്പി പറഞ്ഞതാണല്ലേ. ഇനി അടുത്ത് പ്രിയ പറഞ്ഞു. പ്രിയ സർ ഗുഡ് മോർണിംഗ്. യെസ്.
Sir, parate. Yes, continue. My children going to park yesterday. My daughter. Okay. ആ ഗോ എന്നുള്ളതിന്റെ past tense പറ. ഗോ എന്നുള്ളതിന്റെ past tense എന്താണ്? Went. My doctor NID result come today. Went to church. Okay. Went ആണ്. അപ്പൊ here my children went into the park yesterday. Went into the park. Okay. I am going to temple today. അല്ല, I went into temple. എല്ലാം past tense. Go present tense ആണ്. അതിന്റെ past tense ആണ് went. I went into temple today. Yes. Okay. Correct ആണ്. Okay. Vinci പറഞ്ഞോളൂ, Vinci. സർ, പറഞ്ഞോളൂ. ഞാനേ നെറ്റില്ലാത്തോണ്ട് പകുതി കേട്ടിണ്ടായില്ല. എന്നാലും വാക്ക് വെച്ചിട്ട് എന്തൊക്കെയോ തകർത്തോ ജോബി പറഞ്ഞോളൂ. I went to church yesterday. Very good. Correct ആണ്. After that, I went to shopping mall. I went to shopping mall. Okay, correct ആണ്. I brought some rice, ice cream, apples, and bananas. Okay, correct. I bought some apples, bananas, rice. Okay. After that, I came home Yes. and I watched a movie with my children. Yes, correct. Okay, that's it. Okay, very good. Okay. കുഴപ്പമില്ല. Okay. ഇനി ഒരാൾ കൂടെ നേരത്തെ വന്നതെല്ലാം ബിൻസി ആണ് വന്നത്. പറഞ്ഞോളൂ ബിൻസി അല്ലേ? പറഞ്ഞോളൂ ബിൻസി. Good morning, sir. Yes. I played carrom board with my kids. Yes. I went to a ride with my kids. I am ate an ice cream. And after I baked a cake. Okay. Correct. Okay. Very good. ഇനി ആർക്കാണ് ഇന്നലെ നടന്നതോ മിനിയെന്നാൾ നടന്നതോ ഇന്ന് രാവിലെ നടന്നതായിട്ടുള്ള സംഭവങ്ങൾ പറയാനായിട്ട്? തസ്ലിയ, ആർ യു റെഡി? പറഞ്ഞു നോക്കൂ തസ്ലിയ. അപ്പൊ തസ്ലിയെ കാണുമ്പോ പെരുന്നാളിന്റെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ. I played football yesterday. Very good. I missed the college a whole year. Yes, okay. I watched a movie on Netflix last night. Okay. I studied for his exam all weekend. Yes, okay. I sang a song yesterday. I sang a song. Are you sure? Yes, sir. Which song? Okay, sir. പാടാം ശ്രമിക്കാം. Okay. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മതി. Okay. Yes. പാട്ട് പാടട്ടെ സർ? Yes. സൗണ്ട് ക്ലിയർ ആവുന്നില്ല ജാസ്മിയ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആയിട്ട് വെച്ച് കേൾക്കാം സാർ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. സൗണ്ട് കേൾക്കുന്നില്ല. കേൾക്കത്തില്ല സാറേ? ഇല്ല, സൗണ്ട് ക്ലിയർ ആവുന്നില്ല. റേഞ്ച് പ്രോബ്ലം ഉണ്ട്. റേഞ്ച് പ്രോബ്ലം ഉള്ള നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മാറി നോക്കി, അല്ലെങ്കിൽ ഫാൻ അവൈലബിളുണ്ടോ? അല്ലെങ്കിൽ ക്ലിയർ ആവും. സൗണ്ട് കിട്ടും പറ്റുന്നില്ല, പക്ഷെ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം സാറേ? ഈ പറയുന്നത് കേൾക്കാം, പാട്ട് പാടുന്നതാണ് കേൾക്കാത്തത്. എല്ലാവരും യെസ്, ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്.
ഹലോ യെസ്, കേൾക്കുന്നുണ്ട്. സാർ ഇവിടെ നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പൊ അതായിരിക്കും വിചാരിക്കാം. ഞാൻ ക്ലാസ് തീരാറാകുമ്പോ പാട്ട് പാടാമേ. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോഴേക്കും താൻസിയ നമ്മുടെ സൗണ്ട് സിസ്റ്റം റെഡിയാക്കട്ടെ. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? അപ്പോ ഞാൻ പറയട്ടെ. ഓക്കെ, നിഷിത പറഞ്ഞോളൂ. നിഷിത. Yesterday I saw a big snake suddenly on road. Yes, very good. Yeah. I was very feared at that time. Yes. I went to saying with my grandma when she was very confident for killed that snake. Yes. Okay. അപ്പൊ ഒരു ഇൻസിഡന്റ് ആണ് പറഞ്ഞത് അല്ലെ? സ്നേക്കിന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഇറ്റ് ഇസ് എ കമ്മിങ് ഓഫ് മണി എന്നാണ് പറയുന്നത്. ഓക്കെ. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നും ഇന്നലെയുമായിട്ട് പടങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ നിഷിത? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസേഴ്സ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസേഴ്സും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ്. ഇത് ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നത് എപ്പോഴാണ് അതിന് മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റും വെർബിന്റെ പാസേജ്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് 2-3 ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ആ ഉത്തരത്തിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ജി എന്നാണ്, രണ്ടാമത്തെ ലെറ്റർ ആർ എന്നാണ്. GR. ഓക്കെ സാനു, കറക്റ്റ് ആണ്. ഓക്കെ ചിപ്പി. യെസ്. ജി എന്ന് പറയുന്ന അക്ഷരത്തിലും രണ്ടാമത്തെ ലെറ്റർ ആറിലും ആരംഭിക്കുന്നതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഇംഗ്ലീഷിന്റെ റേഞ്ച് GR. ഓക്കെ സ്മൃതി, അത് നിർത്തുകയാണ്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ആദ്യത്തെ 3 പേരെ നമ്മൾ പരിഗണിക്കുന്നതാണ്. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. ചിപ്പി, ശ്രുതി, നിമിഷ. ചിപ്പി, ശ്രുതി, നിമിഷ. ഓക്കെ. വേറെ പല ആളുകൾ എഴുതിയിട്ടുണ്ട്. ബനീഷ് എഴുതിയിട്ടുണ്ട്, നൂർഷ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഉത്തരം അറിയാവുന്നവരാണ്. പക്ഷെ ആദ്യം എഴുതിയ 3 പേരെ ഞാൻ പരിഗണിച്ചതേ ഉള്ളൂ. യെസ്. ഓക്കെ. വെരി ഗുഡ്. അടുത്തത് യുവർ പാരൻസ്. ഓക്കെ വിഘ്നേഷ്. യുവർ പാരൻസ്. യുവർ പാരൻസ്. ഓക്കെ. നിമിഷ, നിമ്മി, സുധി. നിമിഷ, നിമ്മി, സുധി. ഓക്കെ. ഓക്കെ വിഘ്നേഷിന്റെ കറക്റ്റ് ആണ്. ഓക്കെ. കറക്റ്റ് ആണ്. ഗ്രാൻഡ് പാരൻസ്. ഓക്കെ പ്രിയ, കറക്റ്റ് ആൻസർ. അടുത്തത് നെക്സ്റ്റ്. എ ബിൽഡിംഗ്, BUILDING, എ ബിൽഡിംഗ് where you grow your plants. A building where, WHERE, where you grow your plants. PLANTs. ഗ്രൗണ്ട് അല്ല. എ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ചെറിയൊരു വീട് പോലെ, കെട്ടിടമല്ല. ഓക്കെ. നിമിഷ ഇസ് കറക്റ്റ് ആൻസർ. നിമിഷക്കും സാനു ആൻഡ് വിനിഷ. നിമിഷ, സാനു ആൻഡ് വിനീഷ. ഓക്കെ. ഗ്രീൻ ഹൗസ് എന്നല്ല പണ്ടത്തെ ഗ്രീൻ ഹൗസ്.
നമ്മൾ ഈ നേഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പച്ച ഷീറ്റ് കൊണ്ട് ഒരു വീട് പോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികൾ കാണാറുണ്ട്. അതിനെ പറയും ഗ്രീൻ ഹൗസ്. യെസ്, അടുത്തത് ഇത് ചിലപ്പോൾ അറിയാൻ പറ്റും, സിമ്പിൾ ആയിരിക്കും. ടു കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. ടു കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. ചിപ്പി, ശ്രുതി, താൻസിയ. ചിപ്പി, ശ്രുതി, താൻസിയ. ഓക്കെ, നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വിനീഷ, ഓക്കെ, സാനു, ജോബി, പ്രിയ, വിഘ്നേഷ്, കറക്റ്റ് ആണ്. ഗ്രിൽ എന്നാണ് എന്നെ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ സ്മോൾ ബോംബ്, BOMB, ബോംബ്, thrown by hand. A small bomb thrown by hand. Chippy, correct answer. Chippy, Nimisha and Sudhi. Chippy, Nimisha and Sudhi. Sudhi, okay, what is Sudhi? Okay. Sudhi, yes, correct. Jubi, okay, Nurshida, correct. Grenade, okay, correct. Next question. To become bigger. To become bigger, BIGGER. Chippy, Sruthi, Ansu. Chippy, Sruthi, Ansu. Ansu at the other. Ansu. Okay. Correct. Yes. Okay. Jubi Paul, correct. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, BRIDE, ബ്രൈഡ്. ഓക്കെ. ചിപ്പി, ശ്രുതി, ജൂബി. ചിപ്പി, ശ്രുതി, ജൂബി. ഓക്കെ, കറക്റ്റ് ആണ്. ഗ്രൂം, കറക്റ്റ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് എ യൂണിറ്റ് ഓഫ് weight, WEIGHT, weight. Nimisha, Ansu, Chippy. Nimisha, Ansu and Chippy. So correct answer. Very good. Okay, Rinsi, Hira, Nimmi, Vinisha, Priya, Rinsi, Hira, correct. Okay. Gram is the unit of weight. Yes. Another. A color in between black and white. A color in between black and white. Green alla. In between black and white. Chippy, Joby, Sruthi. Chippy, Joby and Sruthi. Correct answer. Grey and grey. Okay, Tansiya, Nimisha, Bismi, Sanu, correct ആണ്. ഗ്രേ ആണ്. ഗ്രേ ഒന്നും കൂടി കളർ കൂട്ടിയാൽ അത് ബ്ലാക്ക് ആയി. ഗ്രേ ഒന്നും കൂടി കളർ കുറച്ചാൽ അത് വൈറ്റ് ആയി. ഇൻ ബിറ്റ്വീൻ എന്നതിനിടയിലുള്ള കളർ ഏതാണ്? ഗ്രേ ആണ്. ഓക്കെ. യെസ്. അടുത്തത് an insect, INSECT. An insect with long legs that hops, HOPS. Nimisha, Chippy, Sanu. Nimisha. grasshopper alle? Grasshopper alle? Okay. Correct. Grasshopper. It's a correct answer. Nushila, correct answer. Grasshopper. Very good. Yes. കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലാസ്സിൽ ലീവ് ചെയ്തോട്ടെ. Okay. With the pressure. Okay, thank you, sir. Yes. அடுத்தது a place, last question, a place where dead people are buried, BURIED. Okay. Chippy, Tansiya. Okay, grave. Tansiya, Chippy, Tansiya, Ansu. Chippy, Tansiya, Ansu. Okay, Jubi, correct. Grave. Yes. Very good. Okay.
ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദാസിയുടെ പാട്ടിലേക്ക് വരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയിന്റ് പറയാം. യെസ്, ദാസിയ പാടിക്കോളൂ. ഇപ്പൊ കേൾക്കണോ സാറേ? കേൾക്കാം. പാടിക്കോട്ടെ. ആ, മാരിവില്ലൊരു പാട്ടിക്കുടി വെറുതെ നീട്ടാൻ നാട്ടുമൈനയുടെ കൂട്ടിരിയായി ഞാൻ രാത്രിയുടെ മഴയായി പൊഴിയാം രാഗവേണു വീണു തിരയാം ഒരു പാട്ടും മധുവേരം പണ്ടായി മോഹം തൊടിയുന്നു കടലിൽ തിരയായി മലമാല മഴവീരാമരുവിൻ മണലിൽ ചിത്രം പെയ്തൊഴിയാം ഒത്തിരി സ്വപ്നങ്ങൾ തെപ്പിലൊഴിച്ച് കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുക കൂടണയും ഒരു മഞ്ഞുവിലാവിൽ ചേക്കേറാൻ ഗുരുവാപർവത നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാൻ ഒത്തിരി സ്വപ്നങ്ങൾ തെപ്പിലൊഴിച്ച് കളിച്ചൊരു വർണ്ണങ്ങൾ. ഓക്കെ ദാൻസിയ, വെരി ഗുഡ്. അപ്പൊ ഇന്നലത്തെ ആഘോഷത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ ഇതൊക്കെ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പോയിന്റ് കൂടിയാണ് പറഞ്ഞേക്കാൻ, ഇതൊരു മത്സരമല്ല. അപ്പൊ അതിന്റെ വിഘ്നേഷേ ഇത് ചുമ്മാ വെറുതെ തമാശയായിട്ട് വിചാരിച്ചാൽ മതി. നിമ്മി 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, വിനീഷ 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ജൂബി 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, താൻസിയ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സാനു 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആൻസു 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി നിമിഷ 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ശ്രുതി 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ചിപ്പി 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മത്സരമായിട്ട് എടുക്കേണ്ട. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അറിയാം, ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡിന്റെ കുറവുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ഉത്തരം വൈകി വന്നിട്ടുണ്ടാവോ. അപ്പൊ അതുകൊണ്ട് അതൊരു ജസ്റ്റ് ഫോർ ഫൺ എന്നുള്ള രീതിയിലും നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഒരു പരിജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടിയിട്ടും മാത്രമാണ് ചോദിക്കുന്നത്. ഇത് മാത്രം വിചാരിച്ചാൽ മതി. ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓക്കെ. നൂർഷികൾക്ക് ടൈപ്പിന്റെ സ്പീഡ് കുറവാണ്. അല്ലായിരുന്നെങ്കിൽ ഇതിൽ ഏറ്റവും മുമ്പിലെത്തുന്ന ആളാരായിരുന്നു? നൂർഷിലായിരുന്നു എന്നാണ് നൂർഷില പറയുന്നത്. യെസ്, ഓക്കെ. സാരമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ നൂർഷില, യെസ്. അത് ഞാൻ വെറുതെ പറഞ്ഞ നൂർഷില, ഡോണ്ട് വറി. യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. നാളെ നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ തന്നെ വേറെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. We will meet in the next class next day. Till then, bye. Okay. Thank you, sir. Thank you, sir. Okay.